ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ കോർപ്പറേറ്റീവ് ലോസ് ആൻഡ് റൂൾസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴെന്താണ് ക്ലാസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഡിലേ ആകുന്നത്, ക്ലാസ്സുകളൊന്നും കാണാറില്ലല്ലോ എന്ന് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു. അതിൻ്റെ ആൻസർ ഇതാണ്. അതായത് നമ്മൾ ക്ലാസ്സുകളിപ്പോൾ ഡെയിലി ഇടുന്നുണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നവരും ഇത് വാച്ച് ചെയ്യുന്നവരും വളരെയധികം കുറവാണ്. അപ്പം അങ്ങനെ കാണുമ്പോൾ നമുക്കിനൊരു ഉള്ളിൽ വിഷമമാണ്. കാരണം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങളിങ്ങനെ വ്യൂ ചെയ്യുന്നില്ല എന്നറിയുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഭയങ്കര ഒരു സങ്കടമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ക്ലാസ്സുകൾ ഇങ്ങനെ ഡിലേ ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ മാറ്ററിലേക്ക് വരാം. അപ്പോൾ കോർപ്പറേറ്റീവ് ലോസ് ആൻഡ് റൂൾസിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പം നിങ്ങൾക്ക് അതിനോടൊപ്പം ഇത് ആൻസർ കാണാതെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ അതിൻ്റെ ആൻസർ വരുന്നുണ്ടോ എന്നും കൂടി നിങ്ങൾ സ്വയം ഒന്ന് ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നും കൂടി പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ലിസ്റ്റ് ഓഫ് പേഴ്സൺസ് ഇൻ ഡാഷ് ഹു ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഷെയർ ക്യാപിറ്റൽ ഷുഡ് ബി സബ്മിറ്റഡ് എലോങ് വിത്ത് ദ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. ആൻസർ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ആൻസർ. അതായത് നമ്മൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് കൊടുക്കുന്ന അപ്ലിക്കേഷനോടൊപ്പം ആരൊക്കെയാണോ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലിസ്റ്റും കൂടി എന്ത് ചെയ്യണം, ഇതിനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ ഡാഷ് ഡീൽസ് വിത്ത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. ടൈറ്റിൽ ആൻസർ സെക്ഷൻ 13 ആണ്. അതായത് നമ്മൾ കോർപ്പറേറ്റീവ് റൂൾസ് ആൻഡ് ലോസ് 1969 പറ്റിയിട്ട് കുറേ വീഡിയോസ്, കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണണം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എവരി പ്രപ്പോസൽ ഓഫ് അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ക്യാൻ ബി മെയ്ഡ് ബൈ പാസിംഗ് എ റെസൊല്യൂഷൻ ഓഫ് ഡാഷ് മെജോറിറ്റി. അതായത് ബൈലോസ് അമെൻമെൻറ്റ് ചെയ്യണമെങ്കിൽ എത്ര മെജോറിറ്റി റെസൊല്യൂഷൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 2/3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സായ വർഷം ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? 1913. എൻ്റെ കൂടെ തന്നെ ഒന്ന് പറയാൻ വേണ്ടി ശ്രമിച്ച്. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയത് എപ്പോഴാണ്? 1913 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ഡാഷ്. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എപ്പോഴാണ്? ആൻസർ 1914 ആണ്. അപ്പോൾ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എപ്പോഴാണ്? 1914 നോക്കാം. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ആസ് ഡാഷ് നമ്പർ ഓഫ് ആക്ട് ഇൻ 1952. അപ്പോൾ ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത് 1952 അപ്പം അത് പാസ്സായിട്ടുള്ളത് 1951 നിലവിൽ വന്നിട്ടുള്ളത് 52 അപ്പോൾ എത്രാമത്തെ ആക്റ്റാണ്? ആൻസറാണ് 10th ഓഫ് 1952 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 വാസ് പാസ്ഡ് ഡാഷ് നമ്പർ ഓഫ് ആക്ട്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 21 ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ മിനിസ്റ്റർ, കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ജോസഫ് മുണ്ടശ്ശേരിയാണ് ആൻസർ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, കമൻറ്റ് ബോക്സിൽ പ്രസൻറ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആരാണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഷാൽ കം ഇൻ ടു ഫോഴ്സ് ഇൻ. എപ്പോഴാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്? 15th May 1969. അപ്പോൾ റൂൾ എപ്പോഴാണ് നിലവിൽ വന്നിട്ടുള്ളത്? അത് നിങ്ങളും കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൻഡിക്സ് 1 ഡീൽസ് വിത്ത് ഡാഷ്. അപ്പൻഡിക്സ് 1 ഡീൽസ് വിത്ത് ഡാഷ്. ആൻസർ എന്താണ്? രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് ബൈ CCU ആൻഡ് SCU. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററുകളാണ് അപ്പൻഡിക്സ് 1 ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ക്യാൻ ബി മെയ്ഡ് ഇൻ ദ ഫോം നമ്പർ ഡാഷ്. അപ്പോൾ ഏത് ഫോമിലാണ്? ഫോം നമ്പർ 1 അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ കൊടുക്കുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ 20 ഡീൽസ് വിത്ത് ഡാഷ്. സെക്ഷൻ 20 ഡീൽസ് വിത്ത് ഡാഷ്. ആൻസർ എന്താണ്? റൈറ്റ് ടു വോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ റെസിപ്റ്റ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ദ രജിസ്ട്രാർ ഷാൽ ഡിസൈഡ് ഓൺ മാറ്റർ വിത്തിൻ ഡാഷ് ഡേയ്സ്. അതായത് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ രജിസ്ട്രാറുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ട് ആ മാറ്റർ എത്ര ദിവസത്തിനുള്ളിലാണ് ഡിസൈഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? 90 ഡേയ്സിനുള്ളിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ കേസ് ഓഫ് ഡിനയൽ ഫോർ രജിസ്ട്രേഷൻ ദ രജിസ്ട്രാർ ഷാൽ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ടു ദി ചീഫ് പ്രൊമോട്ടർ വിത്തിൻ ഡാഷ് ഡേയ്സ്. അപ്പോൾ ഇൻ കേസ് രജിസ്ട്രേഷൻ എന്തെങ്കിലും ഡിനേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് രജിസ്ട്രാർ ചീഫ് പ്രൊമോട്ടർ എത്ര ദിവസത്തിനുള്ളിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ 7 days ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സെക്ഷൻ ഡാഷ് ഡീൽസ് വിത്ത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാറെ ഡീൽ ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? സെക്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സെക്ഷൻ ഡാഷ് ഡീൽസ് വിത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡീൽ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൂൾ ഡാഷ് ഡീൽസ് വിത്ത് മോഡൽ ബൈലോ. മോഡൽ ബൈലോ ഡീൽ ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്നാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഏതാണ് സെക്ഷൻ? റൂൾ 6 ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് കോപ്പീസ് ഓഫ് ദി പ്രൊപ്പോസ്ഡ് ബൈലോ ഷുഡ് ബി സബ്മിറ്റഡ് എലോങ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. അതായത് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ബൈലോൻ്റെ എത്ര കോപ്പീസാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആൻ ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി മെയ്ഡ് ഇൻ ഡാഷ് ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. അപ്പോൾ എന്താണ് ആൻസർ? ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതായത് ആൻ ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി മെയ്ഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കോർട്ട് സ്റ്റാമ്പ് വർത്ത് റുപ്പീസ് ഡാഷ് ഷാൽ ബി അഫിക്സ്ഡ് ടു ദ ഒറിജിനൽ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. അതായത് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് എത്ര രൂപയുടെ കാർട്ട് ഫീസ് സ്റ്റാമ്പാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ₹5 ആണ്. സോ ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസ് എല്ലാവരും എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. മറ്റൊരു ക്വസ്റ്റ്യൻ ബാങ്കുമായി, ഈ കോപ്പറേറ്റീവ് ലോ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ബാങ്കുമായി മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.